ഇന്ന് രാത്രിയാണ് കേട്ടോ കർക്കിടവാവിൻ്റെ വിളമ്പി കൊടുക്കലൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഇലയൊക്കെ പറിക്കുകയാണ്, തുളസിയിലേക്ക് പറിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചെറിയൊരു പച്ചക്കറി തോട്ടാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷേ ആ സ്ഥലത്ത് പറ്റുന്ന പോലെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. രാത്രി കഴിക്കാനായിട്ട് നമ്മൾ ഇറച്ചിയും ദോശയായിട്ട് സാധാരണ ഇവിടെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നാടൻ രീതിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയും കുരുമുളക് ആദ്യം നന്നായിട്ട് വറുത്തെടുക്കും. അതിനുശേഷം കുറച്ചധികം എണ്ണയിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഈ മസാലയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനിലോട്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു പരിപാടിക്കൊക്കെ നേരത്തെ കുളിച്ചിട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. രാവിലെയാണ് അരച്ച് വയ്ക്കുക. രാവിലെ അരച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ അടുപ്പിലാട്ട വയ്ക്കാറ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗ്യാസിൽ വയ്ക്കാറുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ അടുപ്പിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാറ്. അതുപോലെ ഇന്നുണ്ടാക്കുന്ന കറിയുടെ ടേസ്റ്റ് ഒന്നും നോക്കില്ല കേട്ടോ. നമ്മൾ അതുപോലെ ഇങ്ങനെ വിളമ്പി കൊടുക്കുക ചെയ്യുക. പിന്നീട് ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ചെയ്യാറ്. ഇവിടെ തന്നെ ചില സ്ഥലങ്ങളിൽ ഉച്ചയ്ക്കാണ് കേട്ടോ വിളമ്പി കൊടുക്കാറ്. നമ്മൾ സാധാരണ രാത്രിയാണ് ചെയ്യാറ്. അപ്പം അമ്മ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, അമ്മ തുന്നാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് അതിൻ്റെ മല്ലിയില കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിത് വറുത്തിടാറുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നിറയെ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് വറുത്ത് കൊട്ടാറുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ കറിയൊക്കെ ആയതിനു ശേഷം പിന്നെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഈ പാലക്കാട് ഭാഗങ്ങളിൽ സംക്രാന്തി ദിവസം, അതുപോലെ തന്നെ ശാരദം ദിവസം, അതുപോലെ കർക്കിടവാവിനൊക്കെ ഇങ്ങനെ അകത്ത് കൊടുക്കുന്ന സമയത്ത് ഇറച്ചിയും ദോശയായിട്ട് സാധാരണ ഉണ്ടാക്കാറ്. നമ്മൾ കാലങ്ങളായിട്ട് അങ്ങനെയാണ് ഇവിടെ ചെയ്യലുള്ളത്. കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇങ്ങനെ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ എന്ന്. സാധാരണ ഇവിടെ ഇങ്ങനെ ചെയ്യാറുണ്ട്. വിളമ്പി കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ പലകയാണ് ഇട്ടിടുക. എന്നിട്ട് 2 നാക്കലിടും, വിളക്ക് കൊളുത്തേക്കും. പിന്നെ നമ്മൾ അരിയും പൂവും വെച്ചു കിണ്ടിയും വെച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുക്കണം ചെയ്യുക. എന്നിട്ട് വെള്ളം കൊടുക്കുക, അതുപോലെ അരിയും പൂവും ഇട്ടിട്ട് നമ്മളെല്ലാവരും അതുപോലെ അരിയും പൂവും ഇട്ടിട്ട് പുറത്ത് വന്ന് വാലടച്ച് കുറച്ച് നേരം ഇരിക്കും. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ ഇവിടെ കർക്കിടവാവിൻ്റെ ചടങ്ങുകൾ. ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ സംക്രാന്തിക്കും അതുപോലെ ശാരദത്തിനൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.